സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് നടിയും നർത്തകിയുമായ താര കല്യാൺ. പലപ്പോഴും നടിയുടെ യൂട്യൂബ് വീഡിയോകൾ വൈറലാകാറുണ്ട്. ഇപ്പോഴത്തെ അത്തരത്തിൽ നടിയുടെ ഒരു പ്രസംഗത്തിലെ വാചകങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് താൻ സ്വാതന്ത്ര്യം അനുഭവിച്ചതെന്നും തൻ്റെ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയതെന്നുമെന്നാണ് താര പറഞ്ഞത്. ഞാൻ എൻ്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. ജീവിതത്തിൽ ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് സത്യം. പറയാമോ അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ലൈഫിൽ ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല. അതാരും തരാത്തതല്ല, അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവും ഒക്കെയാണ്. എങ്കിലും നമുക്ക് നമ്മുടെ കുറേ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ജീവിച്ച് ഓടിത്തീർത്തു. ഇപ്പോൾ 6 വർഷമായി ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. സുഖമാണ് ജീവിതം. ആരും ഇത് കോപ്പിയടിക്കാൻ നിൽക്കണ്ട. ഓരോരുത്തർക്കും ഓരോ രീതിയാണ് സന്തോഷം. ഇപ്പോൾ എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സാണ്. എല്ലാവർക്കും നമ്മുടെ സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ആവശ്യമാണ് എന്നായിരുന്നു അവരുടെ വാക്കുകൾ. അതേസമയം പ്രസംഗം വൈറലായതിനു പിന്നാലെ താരയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് മരിച്ചപ്പോഴാണ് സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങിയതെന്ന പരാമർശം തെറ്റാണെന്നാണ് ചിലരുടെ പ്രതികരണം. ഇത്രയും കാലം ഒപ്പമുണ്ടായ ഭർത്താവ് മരിച്ചപ്പോൾ ഇത്തരത്തിൽ പറയുന്നത് ശരിയല്ലെന്നും ചിലർ പറയുന്നു. അതേസമയം അവർ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളതെന്ന് ചിലർ ചോദിക്കുന്നു. അവർ പറഞ്ഞത് ഇത്രയും കാലം ഞാൻ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു, എനിക്ക് വേണ്ടി ജീവിച്ചത് ഭർത്താവ് പോയതിനു ശേഷം ആണെന്നാണ്. അതിനുശേഷമാണ് സ്വാതന്ത്ര്യം അനുഭവിച്ചത്. അതിലൂടെ ജീവിതം ആസ്വദിച്ചു എന്നതാണ്. നേരല്ലേ അവർ പറഞ്ഞത്? ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയല്ലാതെ ഒരു നിമിഷം അവനവന് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്ന എത്രയെത്ര സ്ത്രീകളുണ്ട്. അതിന് ഇവിടെ കുലസ്ത്രീകളും കുലപുരുഷനും അവരെ തെറിവാരി എറിഞ്ഞ് മെഴുകുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. സ്വാതന്ത്ര്യം എന്നത് അഴിഞ്ഞാട്ടം എന്നാണ് കുലകൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. വീഡിയോയ്ക്ക് താഴെ മറ്റൊരാൾ കുറിച്ചു. താര കല്യാൺ പറഞ്ഞ ഈ വാചകങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക.